ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രെയിൻ യാത്ര ചെയ്തതായി അധികം കേട്ടിട്ടില്ല, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ. ആഭ്യന്തര യാത്രകൾക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന അത്യാധുനിക സുരക്ഷാ സന്നാഹങ്ങളോട് കൂടിയ സൈനിക ഹെലികോപ്റ്ററും, ഇനി രാജ്യാന്തര യാത്രയാണെങ്കിൽ ഇന്ത്യയുടെ അഭിമാനമായ എയർ ഇന്ത്യ വണ്ണുമാണ് അദ്ദേഹം ഉപയോഗിക്കുക. ശത്രുവിന്റെ ഏത് തരം നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് എയർ ഇന്ത്യ വൺ വിമാനം. എന്നാൽ മോദി ഇപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഒരു ട്രെയിനിലാണ്, അതും അന്യരാജ്യത്തേക്ക്. യുക്രൈൻ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനമായ കീവിലേക്ക് എത്തുക ഒരു ട്രെയിനിലാണ്. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെയൊരു യാത്ര തിരഞ്ഞെടുത്തത്? അതിനും കാരണമുണ്ട്. യുക്രൈനിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പോളണ്ടിൽ നിന്നും കീവിലേക്കുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യാത്ര ഒരു ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും. ട്രെയിൻ ഫോഴ്സ് വൺ എന്ന അത്യാഡംബര ട്രെയിനാണ് യുക്രൈൻ മോദിയുടെ യാത്രയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ യുക്രൈൻ സന്ദർശിച്ചിട്ടുള്ള ലോക നേതാക്കളിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ എന്നിവരാണ് മുൻപ് ട്രെയിൻ ഫോഴ്സ് വണ്ണിൽ യാത്ര ചെയ്തിട്ടുള്ളത്. ലോകത്തിന് നിലവിലുള്ള ആഡംബരത്തിന്റെ അവസാന വാക്കായ ട്രെയിനുകളിലൊന്നാണ് ട്രെയിൻ ഫോഴ്സ് വൺ എന്നാണ് പറയുന്നത്. അതിന്റെ പ്രത്യേകതകളെക്കുറിച്ച് നോക്കാം. ജോലിക്കും വിശ്രമത്തിനും വേണ്ടി രൂപകൽപ്പന ചെയ്ത മരം കൊണ്ട് നിർമ്മിച്ച ആഡംബര ക്യാബിനുകളാണ് ഈ ട്രെയിനിലുള്ളത്. ദീർഘദൂര യാത്രയ്ക്കായി ഉപയോഗിക്കുന്നതിനാൽ വിശ്രമത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ട്രെയിനിൽ ലഭ്യമായിരിക്കും. അതോടൊപ്പം തന്നെ നിർണായക മീറ്റിംഗുകൾ നടത്തണമെങ്കിൽ ആവശ്യമായ സൗകര്യങ്ങളും ട്രെയിൻ ക്യാബിനുകളിൽ ഉണ്ട്. വലിയ കോൺഫറൻസ് ടേബിളുകൾ, പ്ലസ് സോഫകൾ, വാൾ ടിവികൾ എന്നീ സൗകര്യങ്ങളും ഈ ട്രെയിനിൽ ഒരുക്കിയിട്ടുണ്ട്. റഷ്യയിൽ നിന്നും ഉയരുന്ന ഭീഷണികൾക്കിടയിലും യുക്രൈനിൽ റെയിൽ ശൃംഖലകൾ സുഗമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എടുത്തു പറയേണ്ടതാണ്. റഷ്യൻ ഭാഗത്തുനിന്ന് യാതൊരു ഭീഷണിയും ഉണ്ടാകില്ലെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് മോദി ഈ ട്രെയിനിൽ യാത്ര തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്തിടെയായി രാജ്യത്തിന്റെ വൈദ്യുത ശൃംഖലകൾക്കും വൈദ്യുതി ഉൽപാദന സൗകര്യങ്ങൾക്കും റഷ്യ വരുത്തിയ സാരമായ കേടുപാടുകൾ കാരണം യുക്രൈൻ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളിൽ നിന്ന് ഡീസൽ എഞ്ചിനുകളിലേക്ക് മാറിയിട്ടുണ്ട്. അതൊന്നും മോദി കാര്യമായി എടുക്കുന്നില്ല. മാത്രമല്ല, യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി തന്റെ അന്താരാഷ്ട്ര നയതന്ത്ര യാത്രകൾക്കായും റെയിൽവേ ശൃംഖലയാണ് ആശ്രയിക്കാറുള്ളത്. അതിൽ ഈ ട്രെയിൻ യാത്രയിലൂടെ യുക്രൈനുമായി കൂടുതൽ അടുക്കാമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്.